ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. പുനരുത്ഥാനത്തെക്കുറിച്ച് പല കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. എന്നാൽ വീണ്ടും നാം ചിന്തിക്കുമ്പോൾ താൽക്കാലികമായ പുനരുത്ഥാനത്തെക്കുറിച്ചും നിത്യമായ പുനരുത്ഥാനത്തെക്കുറിച്ചും നമുക്ക് ദൈവവചനം പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. നാം പല ആ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ അഥവാ താൽക്കാലികമായി പലരെ കർത്താവ് ഉയർപ്പിച്ചു, അതേപോലെ അപ്പോസ്തലന്മാർ ഉയർപ്പിച്ചു, പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ഉയർപ്പിച്ചു. ഇതെല്ലാം ദൈവവചനം പരിശോധിച്ചാൽ വ്യക്തമായി നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 9:25 അവിടെ കർത്താവ് ബാലയെ ഉയർപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ നയീനിലെ വിധവയുടെ മകനെ ലൂക്കോസിന്റെ സുവിശേഷം 7:13-14 വാക്യങ്ങളിൽ കർത്താവ് ഉയർപ്പിച്ചതും കാണുവാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11 നമുക്കറിയാം, മരിച്ച് 4 ദിവസമായ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 9:40 തബീതയെ പത്രോസ് ഉയർപ്പിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 14:20 അന്ത്യോക്യയിൽ വെച്ച് പൗലോസിനെ കല്ലെറിഞ്ഞ് മരിച്ച എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കൂടാതെ അപ്പോസ്തല പ്രവൃത്തികൾ 20:10 പൗലോസ് പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ മാളികമുറിയിൽ നിന്ന് താഴെ വീണ്, അഥവാ ആ യൂത്തിക്കോസ് മരിച്ച നിലയിൽ ആയിരുന്ന യൂത്തിക്കോസിനെ പൗലോസ് ഉയർപ്പിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതെല്ലാം പുതിയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ, പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17:21 ഏലിയാവ് സാരഫാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നുണ്ട്. അതേപോലെ 2 രാജാക്കന്മാരുടെ പുസ്തകം 4:34 എലീശ ശൂന്യങ്കാരിയുടെ മകനെ ഉയർപ്പിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ 2 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 13:20-21 വരെ 20-21 വാക്യങ്ങളിൽ എലീശയുടെ അസ്ഥിയിൽ അഥവാ മോവാബ്യ പടക്കൂട്ടത്തെ കണ്ട് എലീശ മരണപ്പെട്ടു കഴിഞ്ഞ് ആ പടക്കൂട്ടത്തെ കണ്ട് ഭയന്ന ഒരു ശവമഞ്ചം എലീശയുടെ ആ കല്ലറയിലേക്ക് ഇട്ടിട്ട് ഓടുമ്പോൾ എലീശയുടെ അസ്ഥിയിൽ തൊട്ട ആ സ്പർശിക്കപ്പെട്ട ആ ശവമഞ്ചം അത് ഉയർക്കുവാനായിട്ട് ഇടയായി തീർന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പല നിലകളിൽ താൽക്കാലികമായ പുനരുത്ഥാനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാം. അവരെല്ലാം പിന്നീടും മരിച്ചിട്ടുണ്ട്. എന്നാൽ അതല്ല നിത്യ പുനരുത്ഥാനം. 1 കൊരിന്ത്യർ ലേഖനം 15-23 നമ്മുടെ നിത്യ പുനരുത്ഥാനത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. 1 തെസ്സലോനിക്കർ ലേഖനം 4 അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ നിത്യ പുനരുത്ഥാനത്തെ കുറിച്ച് വ്യക്തമായി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുനരുത്ഥാനത്തിന്റെ ആദ്യ കണ്ണി ക്രിസ്തുവാണ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 5:28-29 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിന്റെ നിത്യ കണ്ണി അല്ലെങ്കിൽ ആദ്യ കണ്ണി കർത്താവായ ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാരും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് 1 കൊരിന്ത്യർ ലേഖനം 15 മരിച്ചവരുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി പറയുന്നതായ യാഥാർത്ഥ്യമാണല്ലോ. അതേ പ്രിയമുള്ളവരെ, നമുക്കൊരു പുനരുത്ഥാനമുണ്ട്.
ഈ മണ്ണ് കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നതല്ല. ഈ ലോകത്തിൽ മറ്റു മൃഗങ്ങൾ ചത്ത മണ്ണിനോട് അഴുകിച്ചേരുന്നത് പോലെ അഴുകിച്ചേരുവാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട്, ആത്മാവിന് വീണ്ടെടുപ്പുണ്ട്, നിത്യമായ ഒരു വീണ്ടെടുപ്പുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനം അനുശാസിക്കുന്നത് പോലെ ആ പുനരുത്ഥാനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതാണല്ലോ നമ്മുടെ പ്രത്യാശ. അതിനായി കാത്തിരിക്കാം. എന്തെന്നാൽ നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആയതിനാൽ ക്രിസ്തുവിൽ മരിക്കുന്ന തന്റെ മൃതന്മാരും ഉയർക്കുക തന്നെ ചെയ്യും. അതേ പ്രത്യാശയിൽ നമുക്കായിരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണല്ലോ എന്നെയും കൂടെ ഉയർപ്പിക്കുമോ? ഞാനിന്ന് മരിച്ചതിന് തുല്യമാണ്, ഞാനിന്ന് മരവിച്ച മനുഷ്യനാണ്. എങ്ങോട്ടെന്നില്ലാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു മടുത്തു നാഥ. എങ്ങോട്ടെന്നില്ലാതെ ഞാൻ അലഞ്ഞു തിരിഞ്ഞു മടുത്തു നാഥ. ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണല്ലോ എന്നെയും കൂടെ ഉയർപ്പിക്കുമോ? ഞാനിന്ന് മരിച്ചതിന് തുല്യമാണ്, ഞാനിന്ന് മരവിച്ച മനുഷ്യനാണ്. ഒരിക്കൽ നിന്നെ ഞാൻ കുരിശിൽ തറച്ചത് ഓർക്കുന്നു ഞാനിന്ന് വേദന